ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുകുത്തിമല പോകണം. അപ്പം എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അരിയേ, അയ്യോ എവിടെ അരിയേ, അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പം ഞങ്ങൾ രാവിലെ ഒരു 9:30-10 മണിയാകുമ്പോൾ പോകണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ 12 മണിയാവാനായി. നമ്മൾ റെഡി ആവലൊക്കെ കഴിഞ്ഞു. നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുക. ചെറിയൊരു മഴക്കാറുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ബാഗിൽ മറ്റേ എന്താ പറയുക റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെയാണ്, കുടയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല മഴ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നല്ല മഴ പെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഗൈസ് ഇന്നലെ അവളിൻ്റെ കൂടെ വന്നു. നൈറ്റ് വർക്ക് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ കൂടെ പോന്നു. ആരും നോക്ക്, നമ്മളെ കണ്ടിട്ടുണ്ടാവും ഗൈസ്. നമ്മൾ കണ്ണൂർ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്നു. പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ സ്കൂട്ടിക്കാണ് പോണത്. നമ്മൾ എന്താ പറയുക അപ്പോൾ സമയം 12 മണി ഏകദേശമായി. പക്ഷെ വലിയ വെയിലൊന്നും ഇല്ല കേട്ടോ, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് അടിച്ച് പൊളിച്ചിട്ട് വരാം. പവർ ബാങ്ക് മേടിക്കാൻ വേണ്ടി പോകട്ടെ ഗൈസ്. ഗൈസ് നമ്മൾ പവർ ബാങ്ക് മേടിച്ചു. പിന്നെ സ്ക്രീൻ കാർഡ് മാറ്റിയിട്ട് സ്ക്രീൻ കാർഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ മേടിക്കാൻ കരികിലത്താണി വന്നു. ഇനി നമ്മൾ ഇനിയും പെരുന്തമണ്ണ പോകണം. കൊടുകുത്തി കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. അത് അത്യാവശ്യമല്ല, നല്ല വെയിലുണ്ട്. ഇല്ലല്ലോ ഗൈസ്, ഞങ്ങളാകെ മൂഞ്ചിപ്പോയി ഗൈസ്. ഞങ്ങൾ ആറ്റി നോറ്റൊന്നും കൊടുകുത്തിക്ക് വന്നത്. അന്ന് തിങ്കളാഴ്ച എക്കോ ടൂറിസ്റ്റൊക്കെ ഓഫാണ്. എപ്പോൾ ഞങ്ങൾ വരും എന്തെങ്കിലും പ്ലാൻ ഇട്ടോ ക്യാൻസൽ. പക്ഷെ ഞങ്ങളിപ്പോൾ അതിന് മേലെ നിൽക്കുകയാണ്. ക്ലോസ്ഡ് ആണ്, തിങ്കളാഴ്ച ഓഫാന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞത്. കുറേ പേര് മടങ്ങി പോയിട്ടുണ്ട്. ഞങ്ങൾ മാത്രല്ല ഞങ്ങൾ മാത്രല്ല, ഷോത്രിയും വന്നിട്ട് കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പവർ ബാങ്കിന് വേണ്ടിയിട്ട് പെരിന്തമണ്ണയിൽ കൂടെ ഞങ്ങൾ ഷോർട്ട് കട്ട് എടുത്തു. ഇപ്പോൾ പവർ ബാങ്ക് കിട്ടിയില്ല. ഞങ്ങൾ കരിങ്കലത്താണി പോയി അവിടുന്ന് പോയി മേടിച്ചു. നല്ല കമ്മയിൽ വന്ന് കയറാന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇത് ഓഫ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഓരോ കാഴ്ചകൾ കാണുകയാണ് ഗൈസ്. കുറച്ച് ഉപ്പിലിട്ട് വന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. അതെ, നിങ്ങൾക്ക് കൊടുക്കുത്തിന് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗൈസ് കൊടുക്കുത്തിയുടെ കുറച്ച് ഭാഗങ്ങൾ. ഇത് കണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഗൈസ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നല്ല എന്താ പറയുക ഒരു മൂടിയ കാലാവസ്ഥ. പക്ഷെ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യും? കുറേ പേര് ഇവിടുന്ന് മടങ്ങി പോകണ്ടിട്ട്. ഇവിടെ ഉള്ളവരൊക്കെ, ഇവിടെ കുറേ പേരൊക്കെ ഉണ്ട്. അവരൊക്കെ അങ്ങനെ നിൽക്കണം. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും കാണാണ്ടെങ്കിൽ അത് കണ്ടിട്ട് പോവും. അത്രയും നടക്കൂ. മഴ പെയ്തു ഗൈസ്. അതെ, ഇവരൊക്കെ കയറാൻ വേണ്ടി നിന്നതാട്ടോ. ഒരു മാങ്ങ മേടിച്ച് കഴിക്കുക കേട്ടോ. കുറേ പേര് വന്നിട്ടുണ്ട്. ഇവിടെ വേറെ ഏതോ താഴെ എന്തൊരു മുരിക്കം കുജോ അങ്ങനെ എന്തോ സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കാം. അതിൻ്റെ വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചതരേ. കണ്ടോ ഗൈസ്, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അറ്റത്താണ് പോകാൻ നിൽക്കണത്. പക്ഷേ എങ്ങനെ എന്താ നോക്കട്ടെ, വഴിയൊക്കെ നോക്കണം ഗൈസ്. ഞങ്ങൾക്ക് 2 ഫോട്ടോയെങ്കിലും എടുക്കണം. ഞങ്ങളിപ്പോൾ വേറെ സ്ഥലത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഫവാസ്. അപ്പോൾ അവൻ എന്താ പറയുക ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയതൊക്കെ ഇവിടുന്ന് ഏകദേശം ഒരു 1/2 മണിക്കൂറാണ് കാണിക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് എന്താണെന്ന് അറിയില്ല. പോവല്ലേ നമുക്ക്? ഞാൻ കളറൊക്കെ ചെയ്ത് കൊടുത്തു ഗൈസ്. നോക്കട്ടെ, തല കാണിക്കുക. പക്ഷെ കാണാനില്ല. ആ പ്രൊഡക്റ്റിന് എന്താ മിസ്റ്റേക്ക്? നാളെ വളാഞ്ചേരി പോകുമ്പോൾ കാണണം. ഞങ്ങൾ വളാഞ്ചേരിയിലാണ് മേടിച്ചത്. അതെ അതെ. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് വരാം കേട്ടോ. ഞങ്ങളിവിടെ നല്ല സ്ഥലം കണ്ടപ്പോൾ നിന്നതാണേ. എന്നിട്ട് ഫോട്ടോ എടുത്താലോ എന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിന് പറ്റിയ സ്പോട്ടും ഇല്ല അവിടെ. എന്തായാലും പോയി നോക്കട്ടെ ഗൈസ്. അപ്പോൾ കൊടുകുത്തിയുടെ അവിടെ താഴെ തന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ഫവാസിൻ്റെ അവിടേക്ക് നോക്കട്ടെ, ചിലപ്പോഴേ പോകണുള്ളൂ. തീരുമാനം മാറ്റിയിട്ട്. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. ഡേഞ്ചറല്ലേ, നടക്കാനുള്ളതുള്ളൂ, വണ്ടി പോവില്ല. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു ഏട്ടൻ പറഞ്ഞു തന്നു കുറച്ച് താഴെയാണ്. നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും കേട്ടോ. അവിടുത്തെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതാ ഒരാൾ വരുന്നുണ്ടല്ലോ ഗൈസ്. ഇവിടെ ഫുള്ള് 2 സൈഡും റബ്ബറും കാടാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് പോണത്. നല്ല രസമുണ്ട് കാണാൻ സംഭവം. പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ച കൊടുകുത്തി പോകണം, അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുക്കണം. അതുകൊണ്ടാണ് പോകണമെന്ന് കരുതിയിട്ടിരുന്നത്. പക്ഷേ എന്താ ചെയ്യാം, ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട് ക്യാൻസലായി. പക്ഷെ തിങ്കളാഴ്ച ഞാൻ ഇത് കാണുന്നവർ എന്തായാലും ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നുമില്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. ഇത് നല്ല എല്ലാതും. അപ്പോൾ പരമാവധി ബാക്കിയുള്ള ദിവസങ്ങളിൽ പോകാൻ നോക്കുക കേട്ടോ. ഗൈസ് നല്ല പൊന്തിയും കാടും കേട്ടോ. അവിടെ ഒന്നും ഒരു ആളും മനുഷ്യനും ഇല്ല. അങ്ങനത്തെ സ്പോട്ടിൽ കൂടെയാണ് ഞങ്ങൾ പോണത്. ഗൈസ് നല്ല നിഗൂഢതമായിട്ടുള്ള വഴികളാണ്. ചെറിയ ചെറിയ വഴി കേട്ടോ. നമ്മൾ സ്ലിപ്പാകാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ഇത് കുറച്ച് ടാസ്ക്കാണ്.
കാരണം അങ്ങനെ ഒരാളും മനുഷ്യരില്ലാത്ത ഏരിയ ആയിട്ട് ഒറ്റയ്ക്കൊന്നും നടക്കില്ല. പിന്നെ കുറേ ചെറിയ ചെറിയ വഴിയുണ്ട്, നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് എത്താനായിട്ടുണ്ട്. കുഴങ്ങി ഗൈസ്. ആര് എങ്ങനെയുണ്ട്? അപ്പൊ ഗൈസ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. ഇവിടെ വേറെ ഫാമിലി ഉണ്ട്. ആര് എങ്ങനെയുണ്ട്? നടന്ന ക്ഷീണാണ് ഗൈസ്. അടിപൊളി ഗൈസ്. നമുക്ക് കുറച്ചു നേരം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. കുറച്ചു നേരം ചാർജ് ഉണ്ടായില്ല, അപ്പോൾ ചാർജൊക്കെ വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് 2-3 അമ്മേ നായ. ഞങ്ങൾ പുതിയ വഴിയൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ. ഞങ്ങൾക്ക് 2-3 ഏട്ടന്മാർ കമ്പനിക്ക് ഉണ്ട്. അങ്ങനെ അവരെ കൂടെയാണ് ഞങ്ങൾ ഈ വഴിയൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് എത്തിയത്. കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ചെരുപ്പ് പൊട്ടി ഗൈസ്, ഇത്രയും കാട് കൂടെ നടന്നിട്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പോവുകയാണ്. നല്ല സ്പോട്ട്, അടിപൊളി സ്പോട്ട് കേട്ടോ. അങ്ങോട്ട് എത്താനുള്ള പ്ലാനാണ് ഗൈസ്. ഇതാണ് ഗൈസ് ആ സ്ഥലം. ഇതിൻ്റെ താഴെയാണ് നമ്മൾ ഇരുന്നത്. നമുക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഹായ് പറയട്ടാ. അപ്പൊ ഇവരാണ് ഞങ്ങൾക്ക് ഈ വഴി പറഞ്ഞത്. അതെ, ഞങ്ങളുടെ മാപ്പ്. ഒരാളതവിടെ ഗൈസ്, ഒരാളതാ, ഒരാളും കൂടി ഉണ്ട്. ആര് ഒന്നും ഞങ്ങൾ ഒരു വ്ളോഗിലെങ്കിലും കാണൂലേ? നമ്മള് വന്ന സ്ഥലത്തെത്താൻ അത്രയും പോണം ഗൈസ്. ഞങ്ങൾ അവിടുന്ന് ആട്ടോ വന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ കുറച്ച് ടാസ്ക്കാണ് വരാൻ. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ചെരുപ്പ് പൊട്ടി ഗൈസ്, എൻ്റെ ചെരുപ്പ് പൊട്ടി. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ ഇനി ഇറങ്ങുമ്പോഴേ കഴിക്കുള്ളൂ. നല്ല വിശക്കുണ്ട് നന്നായിട്ട്. അപ്പോൾ എന്തായാലും കൊടുപ്പത്തി പോകാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊക്കെ കണ്ട് സെറ്റാണ്. അടിപൊളിയാണ്. ഇനി നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ഡയറക്റ്റ് പോയി ഫുഡ് കഴിക്കുന്നത് സ്റ്റുഡിയോ പോകണം. നിങ്ങൾ പോവല്ലേ? ഇവരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഗൈസ് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങി റോട്ടിലെത്താനായി. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. ഇവർ ഭയങ്കര രസമാട്ടോ, നല്ല ജോലി ടീമാണ്. നല്ല അടിച്ചു പൊളിച്ച് ഞങ്ങൾ കുറച്ചേരം ഇരുന്നു, അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പോകണം. ആര്യക്ക് സ്റ്റുഡിയോ പോകണം. അവിടെ നിന്ന് എന്തൊക്കെയാ ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് പോവാട്ടോ. ബൈ പറയും. അപ്പൊ ശരിട്ടാ. അപ്പൊ നമ്മള് ചെരുപ്പ് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ പെരുന്തമണ്ണുള്ള മാക്സിൽ കയറുകയാണ് ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് നമ്മുടെ സ്വന്തം മജ്‌ലിസ് സ്വന്തം വീട്ടിലാണ്. പിന്നെ ഞാൻ ഇതിന് മേലെയാണ് ആർട്ടിസ്റ്റ് വരുന്നത്. ഞാൻ മുന്നേ വർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. ഇവർക്കൊക്കെ നമ്മൾ അറിയാം കേട്ടോ, പരിചയമായിട്ട്. അരി ഞാനൊരു മന്തി പറഞ്ഞു, അവൾക്ക് ജ്യൂസ് മതി. അവൾക്ക് വിശപ്പില്ല, പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം ഞാൻ മന്തിയായിട്ട് എടുത്തത്. എനിക്ക് വന്നിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണോ? അല്ലേ? അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു കൊടുകുത്തി ഫീല്? കൊടുകുത്തി പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മൂഞ്ചി പോയിട്ട്, കാരണം തുറന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു ഇവിടെ എവിടെയെങ്കിലും നല്ല സ്ഥലം കാണാനുണ്ടെന്ന്. പക്ഷെ അവരൊക്കെ കുറച്ച് ലോങ്ങുള്ള പറയണത്. അപ്പം ഞങ്ങൾ അവിടുത്തെ ചേട്ടൻ ഞങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടാണ് ആ ഒരു വെള്ളച്ചാട്ടത്തേക്ക് പോയത്. പക്ഷേ നല്ല രസമായിരുന്നു, സെറ്റ്. അപ്പം നമുക്ക് കൊടുകുത്തി പോയൊരു ഫീല് കിട്ടിയോ വെച്ചാൽ കിട്ടിയെന്നല്ല വെച്ചല്ല. പിന്നെ അവിടുത്തെ മറ്റേ ആ ഏട്ടൻ്റെ കടത്തെ കാടമുട്ട അത് എല്ലാവരും ട്രൈ ആക്കണം കേട്ടോ. കൊടുകുത്തിയിൽ ഒരു അടിപൊളി കാടമുട്ട മസാല ഉണ്ട്, സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അവിടെ വേറൊരു വൈഫും ഹസ്ബൻഡും കൂടി മേടിച്ചതായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. ഞങ്ങൾ കഴിച്ച് സൂപ്പർ. പിന്നെ 2 ഫ്രണ്ട്സ്. ആര്? 2 അല്ല 4 ഫ്രണ്ട്സിനെയും കണ്ടുമുട്ടി. കളിയാവുള്ളത് 4 പേര്. ആദ്യം ഭയങ്കര ജാട പിടിച്ച് മിണ്ടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വെറുതെ അവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. പിന്നെ അങ്ങനെ മിങ്കിളായി. പിന്നെ അവർ കാണിച്ചു കുറേ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കാണിച്ചു പോവുകയും പിന്നെ ഇറങ്ങാൻ നേരത്ത് ഒരുമിച്ച് ഇറങ്ങി. പിന്നെ അവരെ റൂട്ടിന് വിട്ടു, ഞങ്ങളെ റൂട്ടിലും വിട്ടു. അങ്ങനെയൊക്കെ നമ്മുടെ മന്തി വന്നു കേട്ടോ ഗൈസ്. ആർക്കും വേണ്ടല്ലോ? അവൾക്ക് വേണ്ടത്ര.
അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് നേരമായി എത്തിയിട്ട് നമ്മൾ ഏകദേശം ഒരു 6:30 സമയമായി, 6:30 സമയത്താണ് നമ്മൾ എത്തിയത്. പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടാകുന്നില്ല, പിന്നെ അങ്ങനെ ചാർജ് വെച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ കുട്ടി വ്ളോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.